ഓണവിപണി വിശേഷങ്ങൾ. ഓണത്തിന് വീട്ടിൽ സദ്യ ഒരുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി അടുക്കളയിൽ കയറാതെ തന്നെ വിഭവസമൃദ്ധമായ സദ്യ മുന്നിലെത്തും. ഹോട്ടലുകളും കാറ്ററിംഗ് യൂണിറ്റുകളുമാണ് മലയാളികൾക്കായി ഓണസദ്യ എത്തിക്കാൻ തകൃതിയായി രംഗത്തുള്ളത്. തൂശനിലയും 3-4 കൂട്ടം പായസവും കുത്തരിച്ചോറുമടങ്ങിയ ഓണസദ്യ വീട്ടിലെത്തിക്കാൻ കാറ്ററിംഗുകാർക്കൊപ്പം തലസ്ഥാനത്തെ ഹോട്ടലുകളും റെഡിയാണ്. കസ്റ്റമേഴ്സിനെ പിടിക്കാൻ ആകർഷകമായ ഓഫറുകളുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് ഇപ്പോൾ ഹോട്ടലുകൾക്ക് മുന്നിലെ പ്രധാന കാഴ്ച. വിളമ്പാനുള്ള ഇലയും കുത്തരിച്ചോറും വിവിധ തരം പായസവുമടക്കം 20-ലധികം വിഭവങ്ങളുമായുള്ളതാണ് മിക്ക കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെയും ഓണസദ്യ. ഈ തിരുവോണത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് 3 ദിവസം സദ്യ ഇവിടെ ഒരുക്കുന്നുണ്ട്. സെപ്റ്റംബർ 4, 5, 6 തീയതികളിലാണ് ഈ സദ്യ നമ്മൾ ഒരുക്കുന്നത്. സദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഫേവറേറ്റ് ആയി കഴിഞ്ഞാൽ 3 പായസം വെച്ചിട്ടുള്ള 28 ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സദ്യയാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ 4, 5, 6 എല്ലാ ദിവസവും 12:30 to 3 o'clock ആണ് സദ്യ വരുന്നത്. ഇതിൻ്റെ റേറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ 799 പ്ലസ് GST ആണ് ഈ റേറ്റ് വരുന്നത്. ഹോട്ടലിൽ വന്ന് കഴിക്കുന്നതിന് പുറമെ വാട്സാപ്പിലൂടെയും അല്ലാതെയും മുൻകൂട്ടി ബുക്ക് ചെയ്ത് പണമടച്ചാൽ ഓണസദ്യ വീട്ടിലെത്തും. ഒരാൾക്ക് മുതൽ 5 പേർക്കുള്ളത് വരെ വിവിധ പാക്കേജുകളായാണ് സദ്യകളുള്ളത്. ചിലയിടത്താകട്ടെ കുറഞ്ഞത് 3 പേർക്ക് ഓർഡർ ചെയ്യണം. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് നമുക്ക് സദ്യ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡൈനിങ് ആണെങ്കിൽ 450 പ്ലസ് ടാക്സ് ആണ് വരുന്നത്. ആൻഡ് ടേക്ക് അവേ ആണെങ്കിൽ 475 പ്ലസ് ടാക്സ് ആണ് വരുന്നത്. സാധനങ്ങൾക്ക് വില കൂടിയതിനാൽ സദ്യയ്ക്കും ഇത്തവണ അല്പം വില കൂടിയിട്ടുണ്ട്. തിരുവോണ ദിവസങ്ങളിൽ പല കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും ഹോം ഡെലിവറി ഉണ്ടാകില്ല. പകരം അവരുടെ യൂണിറ്റുകളിലെത്തി സാധനം കൈപ്പറ്റാം. ചില സ്ഥാപനങ്ങൾ പ്രത്യേക ബോക്സുകളിലും സദ്യ നൽകും. ഓണത്തിൻ്റെ അന്ന് 2-ൻ്റെയും 5-ൻ്റെയും പോർഷനാണ്. ഓരോന്നിലും എല്ലാം കണ്ടെയ്നേഴ്സിലാണ്. പിന്നെ 5 പായസം ഉണ്ടാവും. 2-ൻ്റെത് 1480, 5-ൻ്റെത് 3600. പലയിടത്തും ഇതിനോടകം ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി ഓർഡറുകൾ വരുന്നുണ്ടെന്ന് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഇത്തവണത്തെ ഓണം കെങ്കേമമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തലസ്ഥാനത്തെ ഹോട്ടലുകളും കാറ്ററിംഗുകാരും. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അമൽ, മൈഫിൻ TV, തിരുവനന്തപുരം. ഇത്തവണ ഓണത്തിന് സദ്യ ഒരുക്കാൻ വിഷരഹിത പച്ചക്കറികൾ തയ്യാറാക്കി കുടുംബശ്രീ പ്രവർത്തകർ. ഓണക്കനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 82 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. കുടുംബശ്രീ മേഖലയിലൂടെ ഓണത്തിന് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ വിപണിയിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓണക്കനി. ഇതിന്റെ ഭാഗമായി പയർ, വെണ്ട, നീളൻ പയർ, തക്കാളി, മുളക്, പാവൽ, പടവലം, ചുരയ്ക്ക, വഴുതന, മത്തൻ, കുമ്പളം തുടങ്ങിയവയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായാണ് കൃഷി ഇറക്കുന്നത്. CCSകാർക്ക് കീഴിൽ കുടുംബശ്രീ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ് നടിയിലും നനയ്ക്കലും വിളവെടുപ്പുമൊക്കെ നടത്തുന്നത്. ജില്ലയിലെ വിവിധ മേഖലകളിലായി 2400 ഏക്കറിലായിട്ടാണ് പച്ചക്കറി കൃഷി ഒരുക്കിയിരിക്കുന്നത്. ഓണക്കനിയുടെ ഭാഗമായി ഈ വർഷം വടവുകോട് ബ്ലോക്കിൽ 120ഓളം ഏക്കറിലാണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളുടെ സംഘകൃഷി ഗ്രൂപ്പുകൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത്തവണ പ്രതീക്ഷിക്കാതെ വന്ന മഴ പ്രതിസന്ധികൾ ധാരാളം കർഷകർക്ക് ഉണ്ടായെങ്കിലും അതിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ നമ്മുടെ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഓണക്കനിയുടെ ഭാഗമായിട്ട് പച്ചമുളക്, വെണ്ട, തക്കാളി, വഴുതന, പയറ്, അതുപോലെ തന്നെ പാവൽ, പടവലം ഇത്തരത്തിലുള്ള സ്ഥലലഭ്യതയ്ക്കനുസരിച്ചാണ് ഓരോ മേഖലയിലും കൃഷി. കഴിഞ്ഞ തവണ 250 ഏക്കറോളം സ്ഥലത്ത് മാത്രമായിരുന്നു കൃഷിയെങ്കിൽ ഇത്തവണ കൂടുതൽ പേർ രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ ഒന്നുകൂടി വിപുലമാക്കിയിട്ടുണ്ട്. കൃഷിക്ക് വേണ്ട വിത്തുകളും തൈകളും കുടുംബശ്രീ നഴ്സറികൾ മുഖേനയും കൃഷിവകുപ്പ് മുഖേനയും FFC മുഖേനയുമാണ് നൽകിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച്
കുടുംബശ്രീ CDSൻ്റെ നേതൃത്വത്തിൽ JLG ഗ്രൂപ്പുകൾ കൃഷി ഇറക്കിയ കൃഷിയിടത്തിലാണ് നമ്മൾ വിളവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിൽക്കുന്നത്. ഈ ഓണം കുടുംബശ്രീക്കൊപ്പം ആഘോഷിക്കുന്നതിന് വേണ്ടി ഓണച്ചന്തയിലേക്ക് പച്ചക്കറികൾ എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബശ്രീ CDS. 135 JLG ഗ്രൂപ്പുകളാണ് നമുക്ക് CDSൽ പ്രവർത്തിക്കുന്നത്. എല്ലാ JLGകളും കൂടി 30 ഏക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇത്തവണ ഓണാഘോഷം ഗംഭീരമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിലെയും കുടുംബശ്രീ പ്രവർത്തകരുമൊക്കെ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടതും. പടവലത്തോട്ടങ്ങളുടെ നടുവിൽ നിന്ന് ക്യാമറമാൻ ബേസിലിനോടൊപ്പം റിപ്പോർട്ടർ വീണ സനു, മൈഫിൻ TV, കൊച്ചി.